വെൽക്കം ബാക്ക് ടു ട്രാവഡൈൻ. ട്രാവഡൈൻ എന്നൊരു വലിയ യാത്ര പോവാണ് നേപ്പാൾക്ക്. സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിൽ നിന്നാണ്. 9:40 വരേണ്ട ബസ് വന്നിട്ടുള്ളത് 10:20. സാധാരണ വെച്ച് നോക്കുമ്പോൾ 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലേറ്റ് ആവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ലെക്കാണ്, കുറച്ചല്ല നേരം വൈകിട്ടുള്ളൂ അല്ലേ. നമ്മൾ നേരെ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഡിന്നർ കഴിക്കാത്തവർക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഇത് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എവിടെ നിന്ന് വരുന്ന ബസ്സാണ് തോന്നുന്നത്. അല്ല സോറി, കോട്ടയത്ത് നിന്ന് വരുന്ന ബസ്സാണ്. അപ്പോൾ ഡിന്നർ കഴിക്കാത്തവർക്ക് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. ഞാൻ കഴിച്ചതാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ കഴിച്ച്. ഈ ബസ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ നൈറ്റ് പോകുന്ന ബസ്സായതുകൊണ്ടാണ്. പക്ഷേ അനിമൽസിനൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വിഷ്വൽസുകളൊന്നും എടുത്തിട്ടില്ല. നമ്മൾ നേരം വെളുക്കുമ്പോഴേക്കും ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ സാറ്റലൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് നമ്മളൊരു ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ ഈ ട്രിപ്പ് മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്നത് അൻവർ ഡോക്ടറും പിന്നെ അബ്ദുറഹ്മാൻ സാറും കൂടിയിട്ടാണ്. ഈ രണ്ടാൾക്കാർ. അപ്പോൾ അൻവർ ഡോക്ടർ സിസ്റ്ററിൻ്റെ വീടുണ്ട്, അവിടേക്ക് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട അൻവർ ഡോക്ടർ സിസ്റ്ററുടെ വീട്ടിൽ നിന്ന് കുളിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക്. ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ കാര്യം വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സംഭവങ്ങൾ അവിടുത്തെ കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഗോരഖ്പൂരിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഗോരഖ്പൂരിലേക്ക് എടുത്ത് അവിടുന്ന് ബോർഡർ വരെ ബൈ റോഡ് പോകാമെന്നാണ് അൻവർ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊരു ഫ്ലൈറ്റ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഡിജി യാത്ര എന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യലാണ്. ഈ ഒരു സംഭവമുള്ള കാരണം ഞങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു തിരക്കില്ലാതെ എല്ലാ സ്ഥലത്തും കൂടെ പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വരി നിന്ന് കുറേ നേരം നിൽക്കേണ്ടിയിരുന്നു. ഇത് നമുക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. നേരെ ഞങ്ങൾ ലോഞ്ചിൽ കയറി. ലോഞ്ചിലത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ലോഞ്ചിൽ നല്ല ഫുഡൊക്കെ തട്ടി നേരെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ 24 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പല സ്ഥലത്തു നിന്നും പല സമയത്താണ് ആൾക്കാർ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഫ്ലൈറ്റിൽ വന്നപ്പോൾ കുറച്ച് ആൾക്കാർ ട്രെയിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് ബൈ റോഡ് ബോർഡർ വരെ എത്താനുള്ളൊരു വെഹിക്കിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ഹൈജീൻ എന്ന് പറഞ്ഞ സാധനം 7 അയലത്ത് കൂടെ പോകാത്തൊരു സ്ഥലമാണ്. ഇവിടുത്തെ സാധാ ഒരു ഷോപ്പ് കണ്ടില്ല നിങ്ങൾ, പാൻ മസാല എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കധികം യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് UP എന്നുള്ളത്. എൻ്റെ ഒരു വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ വേറൊരു വീഡിയോയിലായിട്ട് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാരത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇവിടുത്തെ റിക്ഷ ഒക്കെ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി, അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നെന്ന് മാത്രം. ഇവിടുന്ന് നമ്മൾ ഈ ഒരു ട്രാവലറിലാണ് ബോർഡർ വരെ പോകുന്നത്. ബോർഡർ വരെയുള്ള ഈ യാത്രയിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര തിരക്കിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഗേജ് വെക്കാൻ സ്ഥലങ്ങളില്ല. അപ്പോഴാണ് നമ്മൾ നൂർ ഡോക്ടർ പറഞ്ഞത്, നമ്മൾ ടൂറിസ്റ്റുകളല്ല, ട്രാവലേഴ്സാണ്, എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം, ബഡ്ജറ്റ് ട്രിപ്പാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു സംഭവം കേട്ടപ്പോൾ നമ്മളിത് എല്ലാതും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായി. ഇനി അങ്ങോട്ട് ഫുള്ള് അഡ്ജസ്റ്റ് ചെയ്ത് ബഡ്ജറ്റ് ട്രാവൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ബോർഡർ ജസ്റ്റ് ഒന്ന് വാക്കിങ് ചെയ്യണം. ഇത് നേപ്പാളിൻ്റെ ഇന്ത്യയുടെയും ബോർഡറാണ്. നമ്മൾ സാധാരണ വേറൊരു സ്ഥലത്ത് നിന്ന് ബോർഡർ കിടക്കുമ്പോൾ വീഡിയോ എടുക്കരുത്, അങ്ങനത്തെ കുറച്ച് കേസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ പോലും നമ്മൾ ചിലപ്പോൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇവിടെ 2 രാജ്യത്തിൻ്റെ അതിർത്തി വീഡിയോ എടുക്കുന്നതിന് ഒരു കാര്യങ്ങൾ കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് ആർക്കും സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആധാർ കാർഡ് മാത്രം നിങ്ങളവിടെ കാണിച്ചു കൊടുത്താൽ മതി. അത് മൊബൈലിലാണെങ്കിൽ മൊബൈലിൽ കാണിച്ചു കൊടുത്താൽ മതി, അതല്ലെങ്കിൽ ഒറിജിനൽ ഉണ്ടെങ്കിൽ അതും കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് കാണിച്ചു കൊടുത്ത് അവർ വെരിഫൈ ചെയ്യും, നിങ്ങളെ കടത്തി വിടും. വേറെ ഒരു ക്വസ്റ്റ്യൻസോ വേറൊരു കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് അവിടെ പ്രശ്നമുള്ളതല്ല. നമ്മൾ നേരെ നേപ്പാളിലേക്ക് പോയി. ഇതാണ് 2 രാജ്യത്തിൻ്റെ അതിർത്തിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്ന് മുതൽ നമുക്ക് ഈ ബസ്സാണുള്ളത്. ഈ ബസ്സിലാണ് നമ്മൾ നേപ്പാൾ മുഴുവൻ കറങ്ങാൻ പോകുന്നത്. കുറച്ച് സ്ഥലത്തുനിന്ന് ചെറിയ വെഹിക്കിൾസ് പോകുന്നുണ്ട്, അവിടെ നമ്മൾ വേറെ വെഹിക്കിൾസ് അറേഞ്ച് ചെയ്യും. അല്ലാതെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ഈ വെഹിക്കിളിലാണ് പോവുക. ഇതിലത്തെ യാത്ര ഭയങ്കര കംഫർട്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലത്തെ സീറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര അടിപൊളിയാണ്. നേപ്പാളത്തെ പല ഭാഗത്തേക്കുള്ള റോഡൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. പക്ഷേ ഈ സീറ്റിംഗ് ആയ കാരണം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഇന്ന് നമ്മൾ വേറെ യാത്രകളൊന്നുമില്ല, നേരെ അശോകയിൽ പോയിട്ട് അവിടെയാണ് നമ്മൾ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ റൂമിലേക്ക് കയറി ഫ്രഷായി നേരെ ഡിന്നറൊക്കെ കഴിച്ച് കിടന്നുറങ്ങാന്നുള്ള പ്ലാന് മാത്രമേ ഉള്ളൂ. നാളെ മുതൽ നമ്മൾ നേപ്പാളത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നേപ്പാളത്തെ ഒരുപാട് വിഷ്വൽസുകൾ ഇനിയും നിങ്ങൾക്ക് കാണിച്ചു തരാനുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൻ കിടക്കുന്നുണ്ട്, കുത്തിയാണ്ട് പൊട്ടിച്ച് ഒപ്പം കൂടിക്കോളൂ കേട്ടോ. ഇവിടുത്തെ ഫുഡ് മാത്രമായിട്ട് ഞാൻ വേറെ ചെറിയ ചെറിയ റീൽസുകൾ ഇടുന്നുണ്ട്, അതും നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നേപ്പാളത്തെ ഒരുപാട് വിഷ്വൽസുകൾ കിട്ടും.